കേരള സർവകലാശാല കലോത്സവത്തിനിടെ പ്രതിഷേധവുമായി KSU. സെനറ്റ് ഹാളിലാണ് പ്രതിഷേധം. SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. സ്ഥലത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. അഖിൽ ഷാൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സെനറ്റ് ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. ഇവിടെ കേരള പോലീസ് അയാളെ പിടിച്ചപ്പോ അയാളുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ടാണ് SFI ആക്രമിച്ചത്. നിങ്ങൾ ഈ സെനറ്റ് ഹാള് നോക്കൂ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫൗണ്ടേഷൻ സ്റ്റോൺ നൽകിയ ഒരു ഹാളിൽ വെച്ച് വിദ്യാർത്ഥികളുടെ നീതി നിഷേധിക്കുന്നു. അഖിൽ ഷാൻ സാർ വിശദാംശങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഇപ്പോഴും ഈ KSUവിന്റെ പ്രതിഷേധം തുടരുകയാണോ? നിലവിലും KSUവിന്റെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഈ സെനറ്റ് ഹാളിൽ ഒപ്പന മത്സരമാണ് നടക്കുന്നത്. അത് തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KSU ഒരു ഘട്ടത്തിലും ഇവിടെ നിന്ന് വിട്ടുമാറാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സെനറ്റ് ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. KSU പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കുകയാണ്. SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ സെനറ്റ് ഹാളിൽ പ്രതിഷേധം നടത്തുന്നത്. അജീഷ് ജയകുമാറും വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വേണു, ഈ കലോത്സവം യുവജനോത്സവം തുടങ്ങിയ സമയം മുതൽ വളരെ അലങ്കോലപ്പെട്ട രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സെനറ്റ് ഹാളിൽ ഈ യുവജനോത്സവം നടക്കുന്ന പ്രധാനപ്പെട്ട വേദിയാണ് സെനറ്റ് ഹാൾ. ഈ സെനറ്റ് ഹാളിൽ ഇപ്പോൾ ഒപ്പന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒപ്പന മത്സരത്തിനിടയിലാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, രാവിലെ അവരുടെ പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അതിനിടയിലാണ് ഈ സെനറ്റ് ഹാളിലേക്ക്, ഒപ്പന മത്സരം നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് അവർ പ്രതിഷേധവുമായി എത്തിയത്. അങ്ങനെ ഇവിടെ എത്തി മത്സരം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവിടുത്തെ സംഘാടക സമിതിയും യൂണിയൻ ഭാരവാഹികളൊക്കെ അതിൽ തടയുകയും ഇപ്പോൾ പോലീസ് ഈ പ്രതിഷേധിക്കുന്ന KSU പ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? രാവിലെ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? മനഃപൂർവ്വ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് KSU ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സംഘാടക സമിതിയാണ് അവർ പറയുന്നത്. KSU പ്രവർത്തകർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനായി ശ്രമിക്കുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവിടെ എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരുണ്ട്. ആ പോലീസ് അജീഷ് ജയകുമാറും അഖിൽ ഷാൻസാറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ കേരള സർവകലാശാല യുവജനോത്സവം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ KSU പ്രവർത്തകരുടെ പ്രതിഷേധവും തുടരുകയാണ്. പ്രധാന വേദിയാണ് സെനറ്റ് ഹാൾ. അവിടെ എത്തിയ KSU പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പോലീസും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയാണ്. SFI പ്രവർത്തകർ KSUക്കാരെ കയ്യേറ്റം ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം തുടങ്ങിയത്. ഒരു ഘട്ടത്തിൽ വാക്കേറ്റം രൂക്ഷമായതോടെ മത്സരം തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് മത്സരാർത്ഥികളും ഈ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്ത് വന്നു. പിന്നീടാണ് മത്സരം ഒരു വശത്ത് പുരോഗമിക്കുന്നത്. അതേ സമയത്ത് തന്നെ പ്രതിഷേധവും തുടരുകയാണ്. ചില പ്രതികരണങ്ങളിലേക്ക്. നിങ്ങൾ പരാതി കൊടുക്ക്, ഇത് കഴിഞ്ഞ അറസ്റ്റ് ചെയ്യാന്നാണ്. സിദ്ധാർത്ഥിന്റെ കാര്യം പോലെ തന്നെയാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് ആക്ഷൻ എടുത്തതുപോലെ ആ 4 ദിവസം ക്യാമ്പസിൽ സെയിം അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. മർദ്ദിച്ച പ്രതികൾ ഇതിനകത്തുണ്ട്. അവർ അറസ്റ്റ് ചെയ്യണം. പക്ഷേ പോലീസ് പോകുന്നതാണ് കാണുന്നത്. എന്തെങ്കിലും തീരുമാനമായോ? നമുക്ക് അവരോടും ചോദിച്ചേക്കാം, എന്താണ് നിലവിലെ തീരുമാനം? എന്താ, പ്രതിഷേധം തുടരാനാണോ തീരുമാനം? എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്? അല്ല, നമ്മൾ ഈ സർവകലാശാല കലോത്സവത്തിന് കലോത്സവം പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനും മത്സരങ്ങൾ വീക്ഷിക്കുവാനുമുള്ള സൗകര്യം ഒരുക്കണം. 3 ദിവസം കൊണ്ട് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിക്കുക.
അത് സെനറ്റ് ഹാളിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലായിക്കോട്ടെ, ആർട്സ് കോളേജിലായിക്കോട്ടെ, SFIക്ക് യൂണിയൻ ഇല്ലാത്ത കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അർദ്ധരാത്രി 12 മണിക്ക് പൊതുസമൂഹത്തോട് പറയാൻ തുടരാൻ തന്നെയാണ് തീരുമാനം. പ്രതികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരിപ്പോഴും ഇവിടെ തുടരുക. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റട്ടെ. ഞങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കാം. പ്രതികൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാണ്. ഇവിടെ ഉണ്ടോ ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ ഉണ്ടോ? അവരിവിടെ ഉണ്ട്. ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഘാടക സമിതിയിൽപ്പെട്ടവരാണോ? കർണാടക സമിതിയിൽപ്പെട്ടവരുൾപ്പെടെയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇവർ ഏത് കോളേജിലെ വിദ്യാർത്ഥികളാണ്? യൂണിവേഴ്സിറ്റി കോളേജിലുള്ളവരുണ്ട്, SFIയുടെ പാളയം ഏരിയ കമ്മിറ്റിയിലുള്ളവരുണ്ട്, SFIയുടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നവരെ നിങ്ങൾ പ്രതിഷേധം തുടരും? അറസ്റ്റ് ചെയ്യണം, നടപടിയെടുക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടെ, ഞങ്ങൾക്കൊരു ഉറപ്പ് തരട്ടെ, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ. ശരി, അപ്പോൾ വേണു ഇതാണ് പറയുന്നത്. അതായത് ഈ KSU പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് വരെ അവർ പ്രതിഷേധം തുടരുമെന്നാണ് KSU ഭാരവാഹികൾ പറയുന്നത്. അവർ അതുവരെ ഈ സെനറ്റ് ഹാളിൽ നിന്ന് മാറില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തിയാൽ മാത്രം പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് KSU പ്രവർത്തകരുടെ ഒരു നിലപാട്. അവർ ഈ സെനറ്റ് ഹാളിന്റെ ഒരു വശത്തായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രധാന വേദിയിൽ ഒപ്പന മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകെ അലങ്കോലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതിന്റെ ജഡ്ജസ് ഇരിക്കുന്ന 3 വിധികർത്താക്കൾ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് 10-20 പോലീസുകാരും അതിനൊപ്പം പ്രതിഷേധക്കാരും അങ്ങനെ സംഘടിച്ച് നിൽക്കുന്നു. അങ്ങനെ ആകപ്പാടെ അങ്കലാപ്പിൽ അലങ്കോലപ്പെട്ട രീതിയിൽ കേരള സർവകലാശാല കഴിഞ്ഞ ഈ തുടങ്ങിയ ദിവസം മുതൽ ഇത് ആരംഭിച്ച ദിവസം